നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു രാജ്യത്തെ ആകെ ആശങ്കയിലാഴ്ത്തിയ സംഘർഷം ഉണ്ടായത്. അനധികൃതമായാണ് പണിതതെന്ന് ആരോപിച്ച് മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതരും പോലീസും ചേർന്ന് പള്ളിയും മദ്രസയും പൊളിച്ചതിനെ തുടർന്നാണ് പ്രദേശത്ത് സംഘർഷം ഉടലെടുത്തത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇതിന്റെ ഭാഗമായി നടന്നത്. 6 പേർക്ക് സംഘർഷത്തിൽ ജീവൻ നഷ്ടമാകുകയും ചെയ്തു. ഫെബ്രുവരി 8-നാണ് ഹൽദ്വാനിയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഇപ്പോഴിതാ ഈ സംഘർഷങ്ങൾ പെട്ടെന്നുണ്ടായതല്ലെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 6 പേർ കൊല്ലപ്പെട്ട പോലീസ് വെടിവെപ്പും സംഘർഷങ്ങളും പെട്ടെന്നുണ്ടായതല്ല എന്നാണ് വസ്തുതാന്വേഷണ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ട് സിവിൽ റൈറ്റ്സ്, കാരവാൻ ഇ മൊഹബത്ത്, പൗരാവകാശ പ്രവർത്തകൻ സാഹിദ് ഖാത്രി എന്നിവരടങ്ങുന്നതാണ് കമ്മിറ്റി. ഫെബ്രുവരി 14-ന് ഹൽദ്വാനി സന്ദർശിച്ചതിന് ശേഷമാണ് സംഘം റിപ്പോർട്ട് തയ്യാറാക്കിയത്. വർഷങ്ങളായി തുടർന്നു വരുന്ന ന്യൂനപക്ഷ വിരുദ്ധ പ്രചാരണങ്ങളുടെയും കുടിയൊഴിപ്പിക്കൽ നടപടികളുടെയും തുടർച്ചയായാണ് ഹൽദ്വാനിയിൽ നടന്ന കലാപമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഔദ്യോഗിക കണക്ക് പ്രകാരം മരണസംഖ്യ 6 ആണെങ്കിലും യഥാർത്ഥ കണക്ക് ഇതിനേക്കാൾ കൂടാൻ ഇടയുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 2 വർഷങ്ങളായി ഉത്തരാഖണ്ഡിൽ സാമുദായിക പ്രശ്നങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചതാണ് മുസ്ലിങ്ങളെ സാമ്പത്തികമായും സാമൂഹികമായും വേട്ടയാടുന്നതിനും അവരെ കുടിയൊഴിപ്പിക്കുന്നതിലേക്കും നയിച്ചതെന്ന് റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നു. സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ചതെന്ന് ആരോപിച്ചായിരുന്നു പള്ളികളും മദ്രസകളും പൊളിച്ചു നീക്കിയത്. എന്നാൽ അനധികൃതമായി നിർമ്മിച്ച ഹിന്ദുമത ആരാധനാലയങ്ങൾക്കെതിരെ സർക്കാർ മനഃപൂർവ്വം മൗനം പാലിച്ചെന്നും റിപ്പോർട്ടിൽ പറഞ്ഞു. വീടുകളും കടകളും ഒഴിപ്പിക്കുന്നതും കുടിയേറ്റക്കാരോട് സംസ്ഥാനം വിട്ടു പോകാൻ ഭീഷണിപ്പെടുത്തുന്നതും ഇപ്പോഴും തുടരുകയാണ്. 3000-ഓളം മുസ്ലിം ദർഗകൾ നശിപ്പിച്ചത് സർക്കാരിന്റെ നേട്ടമായി പ്രഖ്യാപിച്ച ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ആക്രമണത്തിൽ മനഃപൂർവ്വം മൗനം പാലിച്ചെന്നും റിപ്പോർട്ടിൽ വിമർശനമുയർന്നു. അതേസമയം ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ ഹൽദ്വാനിയിൽ ഏർപ്പെടുത്തിയ കർഫ്യൂ താൽക്കാലികമായി പിൻവലിച്ച് പോലീസ് ഉത്തരവിറക്കി. കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കെയാണ് പോലീസ് അകമ്പടിയോടെ ഹൽദ്വാനിയിൽ മദ്രസകളും പള്ളികളും പൊളിച്ചുമാറ്റാൻ തുടങ്ങിയത്. ബുൾഡോസറുകൾ തടയാനെത്തിയ സ്ത്രീകളെ പോലീസ് മർദ്ദിക്കുകയും അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. എന്തായാലും ഉത്തരാഖണ്ഡിൽ നടന്നത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിനായി മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ഒരു കലാപമാണ് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്.